നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ നക്ഷത്ര JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂ കൃഷിക്ക് തുടക്കം കുറിച്ചു. SSLC, +2, സമസ്ത കേരള പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം. ചേനത്തു നിന്നുള്ള 51 വിദ്യാർത്ഥികളെയാണ് ചേനം മഹല്ല് കമ്മിറ്റി ആദരിച്ചത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് വികസന സമിതിയുടെയും ദേശീയ മൈതാനം കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ അക്ഷരമുറ്റം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ നക്ഷത്ര JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂ കൃഷിക്ക് തുടക്കം കുറിച്ചു. സോപാനം കുടുംബശ്രീയിലെ 4 വനിതകൾ ചേർന്ന് രൂപം നൽകിയതാണ് നക്ഷത്ര JLG ഗ്രൂപ്പ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ ചെണ്ടുമല്ലി തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിൽ സോപാനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആ കുടുംബശ്രീയിലുള്ള കൃഷിയോട് താല്പര്യമുള്ള, അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള 4 വ്യക്തിത്വങ്ങൾ അടങ്ങിയ നക്ഷത്ര JLG ഗ്രൂപ്പ് ഇന്ന് ചെണ്ടുമല്ലി കൃഷി ആരംഭം കുറിക്കാൻ പോവുകയാണ്. വരാനിരിക്കുന്ന ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി നല്ല വ്യാപകമായ രീതിയിലുള്ള ഒരു ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ആരംഭം കുറിക്കാൻ പോകുന്നു. ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തിലുള്ള ഗ്രൂപ്പുകളെ എവിടെയൊക്കെ ആരംഭം കുറിക്കുന്നുണ്ടോ ആ ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി പണം വെച്ചിരിക്കുന്നു. ആ പണത്തിൻ്റെ ഭാഗമായിട്ട് സബ്സിഡി നിരക്കിൽ ചെണ്ടുമല്ലി തൈകൾ കൊടുത്ത് ആ തൈകൾ നട്ട് പരിപാലിച്ച് വളർത്തി വലുതാക്കി അത് കൃഷിയുടെ രൂപത്തിലാക്കിക്കൊണ്ട് വ്യാപകമായിട്ടുള്ള ബിസിനസ് രംഗത്തേക്ക് ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങുകയാണ്. ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിലാണ് ഇതിൻ്റെ ആരംഭം കുറിക്കാൻ പോകുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ മുഖ്യാതിഥിയായി. മുൻ മെമ്പർ ഇന്ദിര ജയകുമാർ, കൃഷി അസിസ്റ്റന്റ് ലിഷ ടോംസ്, ഷീജ ശ്രീധരൻ, കവിത, വത്സല, സുധാ രാജേഷ്, ഭുവനേശ്വരി, സുനിത തിലകൻ എന്നിവർ സംസാരിച്ചു. വാർഡിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് പൂക്കൃഷി നടത്താനാണ് ഗ്രൂപ്പിന്റെ തീരുമാനം. ഇതിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്കുമായി നൽകുകയും ചെയ്യും. SSLC, +2, സമസ്ത കേരള പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം. ചേനത്തു നിന്നുള്ള 51 വിദ്യാർത്ഥികളെയാണ് ചേനം മഹല്ല് കമ്മിറ്റി ആദരിച്ചത്. ചേനം നിയമത്തുള്ള മദ്രസയിൽ നടന്ന ആദരം ചെറുപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KN മനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രോത്സാഹനം, അഭിനന്ദനം, ആദരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അത് മുൻ പ്രാസംഗികൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരു പ്രചോദനമാണ്, എപ്പോഴും ഒരു മോട്ടിവേഷനാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് നേടുന്നോ അതിനൊരു എപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുന്നോ തീർച്ചയായും നമുക്ക് അടുത്ത ആ ഒരു സ്റ്റെപ്പിലോട്ട് കടക്കാനുള്ള ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. അതിനുവേണ്ടി ഒരു സമൂഹം നിലകൊള്ളുക, നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ എല്ലാം നമ്മളൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും പഠിക്കാൻ ഇന്ന് നിലവിലുണ്ട്. അതിനുവേണ്ടി എല്ലാവരുടെയും മാതാപിതാക്കൾ, ഇവിടെയുള്ള കുട്ടികളായാലും സ്കൂളിൽ ഇപ്പൊ ഏത് സാഹചര്യത്തിലായാലും പഠനത്തിന് ഒരു രീതിയിലും എതിർപ്പ് പ്രകടിപ്പിക്കാത്ത, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പാരന്റിംഗ് ആണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവിധ സാഹചര്യങ്ങളും. പഠനത്തോടൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലും വിദ്യാർത്ഥികൾ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. മഹല്ല് പ്രസിഡന്റ് TM മജീദ് അധ്യക്ഷനായി. നിയമത്തുള്ള മദ്രസയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മദ്രസ എന്ന് പറയുന്നത് പല തെറ്റിദ്ധാരണകൾക്കും
പല തെറ്റിദ്ധരിപ്പിക്കലുകൾക്കുമൊക്കെ ഒരു പാത്രമായിട്ടുള്ളൊരു സംവിധാനമാണ് മദ്രസ എന്നത്. എന്നാൽ ഈ പരിപാടി കൊണ്ട് അതിനേക്കാൾ നമുക്ക് സന്തോഷം ഈ മദ്രസ എന്ന് പറയുന്ന ഈ സംവിധാനത്തെ ഇത് കാണാത്തവർ ആളുകൾക്ക് കാണാനും പഠിക്കാനും ആ മദ്രസ സംവിധാനത്തെ ഒക്കെ അടുത്തറിയാനുമുള്ള ഒരു അവസരം കൂടിയാണ് എന്നുള്ളത് കൊണ്ടും പരിശുദ്ധമായ ഇസ്ലാം വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും അളവറ്റ പ്രോത്സാഹനം നൽകുന്ന ഒരു മതമാണ് എന്നുള്ളത് കൊണ്ടും നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവർഷം 610 ആഗസ്റ്റ് 6-ാം തീയതി മക്കയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ജബലന്നൂരിലെ ഹിറാ ഗുഹയിൽ സുബഹിക്ക് മുമ്പ് ഗാനവിമഗ്നായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ഓതി കേൾപ്പിച്ച വിപ്ലവ വാചകം നബിയെ നിങ്ങൾ നിസ്കരിക്കാൻ ആളുകളെ കൂട്ടണം എന്നല്ല ജിബ്രീൽ ആദ്യമായി. മഹല്ല് ഇമാം മുഹമ്മദ് മുസ്തഫ ഫൈസി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർ CM ഷക്കീർ അനുമോദന പ്രഭാഷണം നടത്തി. മഹല്ല് സെക്രട്ടറി EA ഷാബിർ, മഹല്ല് ഭാരവാഹികളായ KK അബൂബക്കർ, TK കുഞ്ചേക്കു, TK ഷിഹാബുദ്ദീൻ, KK ഷമീർ, TM കരീം, PS സിദ്ദിഖ്, PA റസാഖ്, അക്ബർ, ബഷീർ, അബ്ദുൽ സമദ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് വികസന സമിതിയുടെയും ദേശീയ മൈതാനം കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ അക്ഷരമുറ്റം സംഘടിപ്പിച്ചു. വാർഡിലെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ കൃഷ്ണപ്രിയ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. PV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകന്യ ജിനീഷ് മുഖ്യാതിഥിയായി. CR ബാലകൃഷ്ണൻ, CU വത്സൻ, EK പ്രസാദ്, NB ശ്രീജിത്ത്, CU മുരളി, AG രാജഗോപാൽ, TA വിഷ്ണു എന്നിവർ സംസാരിച്ചു. അക്ഷരമുറ്റം 2026 എന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അക്ഷരമുറ്റം 2026 ഭാഗമായിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഈ പുസ്തക വിതരണത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരേക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വർഷങ്ങളായിട്ട് ഈ നടന്നു വരുന്ന ഈ പരിപാടി ഇനിയും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാണെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു. കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ അഗതി മന്ദിരത്തിലെ 19-കാരനായ സഹവാസിക്ക് കൊട്ടേഷൻ. സംഭവത്തിൽ ഭർത്താവിനെയും സുഹൃത്തിനെയും ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർപ്പ് സ്വദേശി തണ്ടാശ്ശേരി വീട്ടിൽ ഷിബു ജോർജ്, അഗതി മന്ദിരത്തിലെ അന്തേവാസിയായ സത്യം എന്ന വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടത്തിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന നിലയിലാണ് ഷിബു. പ്രതി ഷിബുവിനെ അഗതി മന്ദിരത്തിൽ നിന്നും പ്രതി വിഷ്ണുവിനെ ഷിബുവിന്റെ ചേർപ്പിലെ വീടിന് സമീപത്ത് നിന്ന് വടിവാളുമായാണ് പിടികൂടിയത്. വർഷങ്ങളായി ഭാര്യയുമായുള്ള തർക്കത്തെ തുടർന്നാണ് ഷിബു അഗതി മന്ദിരത്തിൽ അഭയം തേടിയത്. ഷിബുവിന്റെ സ്വന്തം വീട്ടിൽ ഭാര്യയും കഴിഞ്ഞു വരികയായിരുന്നു. മുൻപ് ഭാര്യയുടെ പരാതിയിൽ ഷിബുവിനെതിരെ സ്ത്രീപീഡനത്തിന് പോലീസ് കേസെടുത്തിരുന്നു. അഗതി മന്ദിരത്തിൽ കഴിയുന്നതിനിടെ ഷിബു തന്റെ ഭാര്യയെ വധിക്കാൻ പ്രതി വിഷ്ണുവിന് കൊട്ടേഷൻ നൽകിയെന്നാണ് കേസ്. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എട്ടുമന ഗ്രാമീണ വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി വനിതാ സംഗമവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് സൈറ ബാനു ലത്തീഫ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KR വിജയ മുഖ്യപ്രഭാഷണം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ മുഖ്യാതിഥിയായി. മഴക്കാല രോഗങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ KS മനോജ് ക്ലാസ് എടുത്തു. അനിൽ പൂക്കാട്ടിൽ, അനിത അനിലൻ, സൂര്യ ഉദയകുമാർ, സ്മിത സുഭാഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി പഠനോപകരണ വിതരണവും ആദരവുമൊരുക്കി KPMS 3179 നമ്പർ ഊരകം ശാഖ. ഡിഗ്രി മുതൽ LKG വരെയുള്ള വിദ്യാർത്ഥികളെയാണ് പഠനോപകരണങ്ങൾ നൽകി ആദരിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ദീന ബാലൻ അധ്യക്ഷത വഹിച്ചു. KPMS തൃശൂർ യൂണിയൻ പ്രസിഡന്റ് AT സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി സന്തോഷ് പാലക്കി റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് അംഗം സുരേഷ് ചക്കേടത്ത്, ട്രഷറർ രാജേഷ് തെറാട്ട്, ജയൻ കണ്ണോളി, ചന്ദ്രൻ പറപ്പുള്ളി എന്നിവർ സംസാരിച്ചു. ഹരിതം മൾട്ടിപർപ്പസ് കൂട്ടായ്മ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് ഔഷധ സസ്യ വിതരണവും സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് EN മാധവിയുടെ സ്മരണാർത്ഥമായിരുന്നു ചടങ്ങ്.
ചിൽഡ്രൻ വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ഹരിതം മൾട്ടിപർപ്പസ് കൂട്ടായ്മ പ്രസിഡന്റുമായ ഷീന ചന്ദ്രൻ അധ്യക്ഷയായി. കലാസാംസ്കാരിക പ്രവർത്തകയായ ആതിര അങ്കിരസിനെ ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ EN മാധവി സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു. ഹരിതം മൾട്ടിപർപ്പസ് കൂട്ടായ്മ രക്ഷാധികാരി സത്യഭാമ വേലായുധൻ, അംബിക ഉസ്മാൻ, സജന പാലക്കൽ എന്നിവർ ഔഷധ സസ്യ വിതരണം നിർവഹിച്ചു. മേഴ്സി ആന്റണി, ലീല രാജൻ, അനിത, സിന്ധു ജനൻ, ഷീജ രവീന്ദ്രൻ, അനിത എന്നിവർ സംസാരിച്ചു. ഗൃഹാതുരത്വം പേറുന്ന ഓർമ്മകൾ പങ്കിട്ട് അമ്മാടം സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 1979 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹസംഗമം. തൃശൂർ അമ്മൂസ് റീജിയൻസിലായിരുന്നു 7ാമത് സ്നേഹസംഗമം. വിവിധ കലാപരിപാടികളോടെയാണ് സ്നേഹസംഗമം നടന്നത്. പ്രസിഡന്റ് ജയാനന്ദൻ കുന്നത്ത് അധ്യക്ഷനായി. സെക്രട്ടറി PK സത്യൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മോഹൻദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുഷ്പലത, സുഷമ എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പുഷ്പലത, വൈസ് പ്രസിഡന്റ് സൂസി പോൾ, സെക്രട്ടറി സുഷമ, ട്രഷറർ ഗ്രേസി, ജോയിന്റ് സെക്രട്ടറി ഓമന എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച സിനിമാ ഗാനാലാപനം, നാടൻ പാട്ടുകൾ, കവിതാലാപനം, മിമിക്രി, തിരുവാതിരക്കളി, കസേരകളി എന്നിവ അരങ്ങേറി. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനായുള്ള കാത്തിരിപ്പിനിടെ വിദ്യാർത്ഥികൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ച് പെരിങ്ങോട്ടുകര ആൽഫ ക്ലബ്ബ്. കാലവർഷ പെയ്ത്തിനിടയിലും ആവേശം ചോരാതെയായിരുന്നു മത്സരം. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് പെരിങ്ങോട്ടുകര ആൽഫ ക്ലബ്ബ് വിദ്യാർത്ഥികൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചത്. ആൽഫ നഗറിലായിരുന്നു മത്സരം. 17 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളാണ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ പങ്കെടുത്തത്. താന്നി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ തുറയൻ മത്സരത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് എൽട്രിൻ ജോസ് അധ്യക്ഷനായി. സെക്രട്ടറി ഡൈഗോ ദേവസി, പ്രോഗ്രാം കൺവീനർ എവിൻ വിൻസെന്റ്, ജോയിന്റ് കൺവീനർ ഡാനിയൽ ഡാൾട്ടൻ, ട്രഷറർ ഏതൻ ഡൈഗോ, CJ വിൻസെന്റ്, നിതുൽ ജോസഫ്, ഡാൾട്ടൻ ദേവസി, PC രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നടൻ സലിം കുമാറിന്റെ വിയോഗത്തിനിടെ അദ്ദേഹത്തിന്റെ നന്മയും കരുതലും ഓർത്തെടുത്ത് സംവിധായകൻ ജിൻഡോ തെക്കിനിയത്ത്. സലിം കുമാർ നായകനായ ആമുഖങ്ങൾ എന്ന തന്റെ പുറത്തിറങ്ങാത്ത സിനിമ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താണ് ജിൻഡോ അദ്ദേഹത്തിന് ഓർമ്മകളാൽ ആദരം നൽകിയത്. തൃശൂർ അരിയങ്ങാടിയിൽ ചുമട്ടുതൊഴിലാളിയായിരുന്നു അരിമ്പൂർ സ്വദേശിയായ ജിൻഡോ തെക്കിനിയത്ത്. ജിൻഡോയുടെ സിനിമാ മോഹങ്ങൾക്ക് ആദ്യമായി പിന്തുണ ലഭിച്ചത് നടൻ സലീം കുമാറിൽ നിന്നായിരുന്നു. കുറഞ്ഞ ബജറ്റിൽ നിർമ്മിക്കുന്ന സിനിമയിൽ നായകവേഷം ചെയ്യുന്നതിനായി സലീംകുമാറിനെ ജിൻഡോ സമീപിച്ചിരുന്നു. തന്റെ പ്രതിഫലത്തിനൊപ്പം ജിൻഡോയുടെ ജോലിയും മുൻകാല പ്രവൃത്തി പരിചയവും സലീംകുമാർ തിരക്കിയതാണ് വഴിത്തിരിവായത്. അരിയങ്ങാടിയിൽ ചുമട്ടുതൊഴിലാളിയായിരിക്കുമ്പോഴും കലയോടുള്ള അഭിനിവേശമായിരുന്നു ജിൻഡോ തെക്കിനിയത്തിനുണ്ടായിരുന്നത്. ജിൻഡോയുടെ ജീവിത സാഹചര്യം തിരിച്ചറിഞ്ഞ സലീംകുമാർ പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് ആമുഖങ്ങൾ എന്ന സിനിമയിൽ അഭിനയിച്ചത്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ എന്നും ഉണ്ടാകുമെന്ന ഉറപ്പും അദ്ദേഹം ജിൻഡോയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സിനിമ പുറത്തിറക്കാനായില്ലെന്ന് ജിൻഡോ പറയുന്നു. സലീംകുമാറിന്റെ മരണവിവരം അറിഞ്ഞതോടെ അദ്ദേഹത്തിനുള്ള ആദരവായി ആമുഖങ്ങൾ എന്ന സിനിമ ജിൻഡോ തെക്കിനിയത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ലോകത്തിലാദ്യമായി ഒരേ സമയം 3000 അഭിനേതാക്കളെ ഒരേ വേദിയിൽ അണിനിരത്തി 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള മൊറോക്കാസ എന്ന സിനിമാറ്റിക് നാടകം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതും ജിൻഡോയാണ്. 12 സിനിമകൾക്കുള്ള തിരക്കഥകൾ കയ്യിലുള്ള ജിൻഡോ സിനിമയും സീരിയലുമായി 20 വർഷമായി ഇന്നും സജീവമായി നിൽക്കുന്നത് പ്രതിസന്ധികളെ മറികടന്നാണ്. അതിനാൽ തന്നെ നടൻ സലീംകുമാറിന്റെ വിയോഗം ജിൻഡോ തെക്കിനിയത്തിന് നൽകിയത് ഗുരുനാഥന്റെ വിടവാങ്ങൽ കൂടിയാണ്. നാടകങ്ങളിലൂടെ സിനിമയിലേക്ക് എത്തപ്പെട്ട ഒരാളാണ്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് ആമുഖങ്ങൾ എന്നാണ്. ആ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്തത് സലീംകുമാർ സാറാണ്. ഇന്ന് സലീംകുമാർ സാറ് ഈ ഭൂമിയിലില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വേദനയുണ്ട് എനിക്ക്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു സിനിമ ചെയ്യണം എന്നുള്ളത്. ഞാനൊരു ചുമട്ടുതൊഴിലാളി മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തിനെ സിനിമയിലേക്ക് എനിക്കൊരു അവസരം, അദ്ദേഹം ശരിക്കും സിനിമയിലേക്കുള്ള ഒരു അവസരം അദ്ദേഹമാണ് എനിക്ക് തരുന്നത്. എൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഞാൻ ആളുടെ അടുത്ത് ചെല്ലുന്നു. ഇതിലെ ഒരു രഘുനാഥൻ, റിട്ടയർഡ് അധ്യാപകനായ ഒരു രഘുനാഥന്റെ വേഷമാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് വയ്യാതിരിക്കുന്ന സമയമാണ്, അദ്ദേഹം ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് വലിയ സംവിധായകരുടെ സിനിമകൾ മാറ്റിവെച്ചേക്കാണ്, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരാൾ സിനിമയിലേക്ക് വരണമെങ്കിൽ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരൊക്കെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ചുമട്ടുതൊഴിലാളി മേഖലയിൽ നിന്ന് വന്നതാണ്. എനിക്കത് ഇഷ്ടമായി. ഞാനും ഇതേപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ മേഖല എത്തിക്കുന്നത്.
എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സിനിമയിലേക്ക് ആൾ വരുന്നത്. എന്നെ ഇന്ന് 1 രൂപ പോലും വാങ്ങാതെയാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചത്. സത്യത്തിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ, അദ്ദേഹത്തിന്റെ പ്രതിഫലം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. പക്ഷെ തരാന്ന് പറയാൻ ഇനി ഞങ്ങൾക്ക് കഴിയുള്ളൂ. ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ്. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരണീയം 2026 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ട്രസ്റ്റ് സ്ഥാപക അംഗങ്ങൾക്കുള്ള ആദരവുമായിരുന്നു ചടങ്ങ്. ശനിയാഴ്ച വൈകിട്ട് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് ആദരണീയം നടന്നത്. എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചടങ്ങൊരുക്കിയത്. നടൻ TG രവി ആദരണീയം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ട്രസ്റ്റ് സ്ഥാപക അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി AA കുമാരൻ അധ്യക്ഷനായി. TR ജയചന്ദ്രൻ, PR ബാലകൃഷ്ണൻ, ഡോക്ടർ TR വിശ്വനാഥൻ, PR ബാബു, KK വിജയൻ, വിശ്വനാഥൻ, രാധാകൃഷ്ണൻ കണ്ണാടി, PN രാമൻകുട്ടി, AK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. താണിയൻ ബസാറിൽ മുണ്ടൻശ്ശേരി വീട്ടിൽ വിജയലക്ഷ്മി വേണുഗോപാലിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഇടിമിന്നലിൽ വീടിന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മുറിക്കകത്തെ ടൈൽസ് തകർന്നു പോയിട്ടുണ്ട്. കൂടാതെ വൈദ്യുതി DV ബോക്സ്, ഫാനുകൾ, മറ്റു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സംഭവ സമയം വിജയലക്ഷ്മി വീടിന് പുറത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മതിലകത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. താലം റോഡിൽ അടിപ്പറമ്പിൽ സതീഷിന്റെ വീടിന്റെ അടുക്കളയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. മൂർഖന് 7 അടിയോളം നീളമുണ്ട്. പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. വാഴാനിയിൽ കാട്ടാന വിളയാട്ടം. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടവഞ്ചി തകർത്തു. വടക്കാഞ്ചേരി മച്ചാട് മേഖലയിൽ കാട്ടാന ഭീതി ശക്തമാകുന്നതിനിടെ വാഴാനി ഡാം ജലാശയത്തിലിറങ്ങിയ ആന വലിയ നാശനഷ്ടം വിതച്ചു. ഹരിജൻ ഗിരിജൻ വെൽഫെയർ സഹകരണ സംഘത്തിലെ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന 2 കുട്ടവഞ്ചികളിലൊന്നാണ് കാട്ടാന തകർത്തത്. മഴക്കാലം ആരംഭിച്ചതോടെ ജലാശയത്തിൽ നിന്ന് ധാരാളം മത്സ്യം ലഭിക്കുന്ന സമയമാണിത്. ഉപജീവന മാർഗമായ വഞ്ചി തകർന്നതോടെ കൂടുതൽ തൊഴിലാളികൾക്ക് ഇനി മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കാട്ടാനയുടെ ഈ അക്രമം കാരണം പ്രദേശത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് പരാത്തുകുളം കല്ലൂർ മഠത്തിൽ കൃഷ്ണ റാവുവിന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന വലിയ തെങ്ങ് ശക്തമായ കാറ്റിൽ വേരോടെ പിഴുത് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മേഞ്ഞ ഭാഗം പൂർണ്ണമായും തകരുകയും അപകട സമയത്ത് കൃഷ്ണറാവുവിന്റെ മകൻ ഗ്രാമപഞ്ചായത്ത് അംഗം K സതീഷ് കുമാറിന്റെ ഭാര്യയും കുട്ടികളുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയിറങ്ങി. അപ്പോഴാണ് തെങ്ങ് കടപുഴകി വീണത് കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയും നാട്ടുകാർ സ്ഥലത്തെത്തി മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,905 രൂപ, പവന് 1,11,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡിൽ നക്ഷത്ര JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂ കൃഷിക്ക് തുടക്കം കുറിച്ചു. SSLC +2 സമസ്ത കേരള പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം.
ചേനത്തു നിന്നുള്ള 51 വിദ്യാർത്ഥികളെയാണ് ചേനം മഹല്ല് കമ്മിറ്റി ആദരിച്ചത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് വികസന സമിതിയുടെയും ദേശീയ മൈതാനം കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ അക്ഷരമുറ്റം സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.